ഇസ്രായേലിനെതിരായ സംഘർഷത്തിൽ റഷ്യ എപ്പോഴും ഇറാനൊപ്പം ഉണ്ട്. റഷ്യ മാത്രമല്ല, ചൈനയും ഇറാനെ സഹായിക്കാൻ ഒരുങ്ങുകയാണോ? അങ്ങനെയൊരു സൂചനയാണ് പുറത്തുവരുന്നത്. ഇറാന്റെ എയർഫോഴ്സ് കമാൻഡർ ഇൻ ചീഫ് ബ്രിഗേഡിയർ ജനറൽ ഹമീദ് വഹേദി ചൈന സന്ദർശിച്ചെന്ന് റിപ്പോർട്ട്. ഇസ്രായേലുമായുള്ള സംഘർഷം അതിസങ്കീർണമായി നിൽക്കുമ്പോഴാണ് ഇറാൻ സൈനിക ഉദ്യോഗസ്ഥൻ ചൈന സന്ദർശനം നടത്തുന്നത്. നവംബർ 12-നായിരുന്നു സന്ദർശനം. വഹേദി ചൈനയിലെ സുഹായ് എയർ ഷോയിൽ പങ്കെടുത്തുന്ന വിവരവും പുറത്തുവരുന്നു. ചൈനയുടെ പുതുതലമുറ മൾട്ടി റോൾ എയർക്രാഫ്റ്റായ J-10C പരിശോധിക്കുന്ന ദൃശ്യവും പുറത്തുവന്നു. ഇസ്രായേലിനെതിരായ ആക്രമണത്തിൽ കരുത്തു പകരാൻ J-10C സ്വന്തമാക്കാൻ ഇറാൻ ഒരുങ്ങുന്നു എന്ന അഭ്യൂഹവും അതിനിടെ ഉയരുന്നുണ്ട്. ഈ എയർക്രാഫ്റ്റ് ഇസ്രായേലിന്റെ പേടിസ്വപ്നമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇസ്രായേലിനെതിരായ വ്യോമാക്രമണത്തിൽ ചൈനയുടെ ഈ കരുത്തനെ ഉപയോഗിച്ചേക്കുമെന്നാണ് സൂചന. നേരത്തെ സുഹോയ് 30-35 വിമാനങ്ങൾ സ്വന്തമാക്കാൻ റഷ്യയുമായി ഇറാൻ കരാറിലെത്തിയതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിനിടെ രണ്ടാം ഊഴത്തിൽ ഡൊണാൾഡ് ട്രംപും ഇസ്രായേലിനെ കൈവിടുകയാണോ? അത്തരമൊരു സൂചനയാണ് പുറത്തുവരുന്നത്. ലോകകോടീശ്വരൻ മസ്കിന്റെ പണത്തിന്റെ കുത്തൊഴുക്ക് തന്നെയായിരുന്നു കഴിഞ്ഞ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ലോകം മൊത്തം വ്യാപിച്ചു കിടക്കുന്ന നിരവധി ബിസിനസ് സാമ്രാജ്യങ്ങളുടെ ഉടമ കൂടിയാണ് ഈ മസ്ക്. അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും ലോകത്തെ അറിയപ്പെടുന്ന ഒന്നാം നമ്പർ ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും ഇലോൺ മസ്കിനെ പോലെ പശ്ചിമേഷ്യയിൽ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളുണ്ട്. ജോ ബൈഡനിൽ നിന്നും ട്രംപിനെ വ്യത്യസ്തനാക്കുന്നതും വ്യക്തിപരമായ ബിസിനസ് താൽപ്പര്യങ്ങൾ തന്നെയാണ്. ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് അമേരിക്കയ്ക്ക് മാത്രമല്ല, വ്യക്തിപരമായി തങ്ങൾക്കും വലിയ നഷ്ടമുണ്ടാക്കുമെന്ന് തിരിച്ചറിയുന്ന ട്രംപും മസ്കും യുക്രൈൻ റഷ്യ യുദ്ധം മാത്രമല്ല, ഇറാനും അവരുടെ ഗ്രൂപ്പുകളുമായുള്ള ഇസ്രായേലിന്റെ സംഘർഷവും അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇതിനായുള്ള നീക്കം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി ആദ്യഘട്ട സംഭാഷണം നടത്തിയിരിക്കുന്നത്. ഈ ചർച്ചയിൽ ട്രംപിന് പുറമെ മസ്കും പങ്കെടുത്തിട്ടുണ്ട്. താൻ അധികാരമേറ്റ് 24 മണിക്കൂറിനുള്ളിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. യുക്രൈന് ആയുധങ്ങളും പണവും നൽകുന്നത് നിർത്തണമെന്ന് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആവശ്യപ്പെട്ട ട്രംപിന്റെ പുതിയ നീക്കം വലിയ തിരിച്ചടിയാണ് യുക്രൈന് ഉണ്ടാക്കിയിരിക്കുന്നത്. ട്രംപ് അധികാരമേറ്റാൽ ഈ സഹായം നിർത്തലാക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെ സംഭവിച്ചാൽ അതോടെ യുക്രൈന് ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, അമേരിക്ക എതിരായാൽ സെലൻസ്കിക്ക് ഇസ്രായേലിന് പോലും അഭയം നൽകാൻ പറ്റാത്ത സാഹചര്യവും ഉണ്ടാവും. ഇപ്പോൾ തന്നെ യുക്രൈന്റെ തന്ത്രപരമായ സ്ഥലങ്ങൾ റഷ്യ പിടിച്ചെടുത്ത അവസ്ഥയിലാണ്. റഷ്യ പുതിയ ആണവ മിസൈൽ പുറത്തെടുത്ത് പരീക്ഷണം കൂടി നടത്തിയതോടെ യുക്രൈനിലേക്ക് ആയുധങ്ങൾ അയച്ചിരുന്ന മറ്റ് നാറ്റോ രാജ്യങ്ങളും വലിയ ആശങ്കയിലാണ്. അമേരിക്ക യുക്രൈനുള്ള സഹായം നിർത്തിയാൽ അതേ നിമിഷം മറ്റ് സഖ്യരാജ്യങ്ങളും യുക്രൈനെ കൈവിടും. കലിതുള്ളി നിൽക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കൈപിടിക്കാൻ ട്രംപ് ശ്രമിക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ട്രംപിന്റെ വലങ്കൈയായ ഇലോൺ മസ്കും ഇപ്പോൾ രംഗത്തിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഇറാന്റെ UN അംബാസിഡർ സയ്യിദ് ഇരവാനിയുമായി ഇലോൺ മസ്ക് ന്യൂയോർക്കിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതായാണ് പ്രമുഖ അമേരിക്കൻ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ചർച്ചയുടെ വിശദാംശങ്ങളെക്കുറിച്ച് മസ്കോ ഇറാൻ പ്രതിനിധികളോ ഒരു വിവരവും പുറത്തുവിട്ടിട്ടില്ല. ന്യൂയോർക്ക് ടൈംസ് പറയുന്നതനുസരിച്ച് നവംബർ 10-നാണ് കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാനുള്ള ശ്രമമായാണ് ഈ കൂടിക്കാഴ്ചയെന്നാണ് മസ്കുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. ചർച്ചയെ പോസിറ്റീവായ നീക്കമെന്നാണ് ഇറാനി വൃത്തങ്ങൾ പറയുന്നതും. ഇക്കാര്യവും ന്യൂയോർക്ക് ടൈംസ് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്.